മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ പെൻഷന് നിയന്ത്രണം. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകണമെങ്കിൽ 4 വർഷത്തെ സർവീസ് നിർബന്ധമാക്കുന്നു. നിലവിൽ 2 വർഷം സർവീസ് ഉണ്ടെങ്കിൽ പെൻഷൻ അർഹതയുണ്ടായിരുന്നു. 2 വർഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ 3 വർഷമായി കണക്കാക്കിയും പെൻഷൻ നൽകിയിരുന്നു. ആ രീതികളാണ് മാറ്റുന്നത്. ഇത് സംബന്ധിച്ച നിർദ്ദേശം മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പുതിയ നിബന്ധനയ്ക്ക് മുൻകാല പ്രാബല്യം ഏർപ്പെടുത്തില്ല. അതിനാൽ നിലവിൽ 4 വർഷത്തിൽ കുറവുള്ള സർവീസിന് പെൻഷൻ ലഭിക്കുന്നവർക്ക് അത് തുടർന്നും ലഭിക്കും. പുതിയ സർക്കാരിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് മാത്രമായിരിക്കും പുതിയ നിബന്ധന ബാധകം. 2 വർഷം കഴിയുമ്പോൾ നിലവിലുള്ളവരെ ഒഴിവാക്കി പുതിയ ആളുകളെ നിയമിച്ച് 2 കൂട്ടരെയും പെൻഷൻ അർഹരാക്കുന്ന രീതിയായിരുന്നു തുടർന്നിരുന്നത്. മുഖ്യമന്ത്രി, മന്ത്രിമാർ, ചീഫ് വിപ്പ് തുടങ്ങിയവരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ ലഭിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. സുപ്രീം കോടതി ഉൾപ്പെടെ നിരവധി ആക്ഷേപങ്ങൾ ഉന്നയിച്ചെങ്കിലും ആ രീതി അവസാനിപ്പിക്കാൻ മുൻ സർക്കാരുകൾ ആരും തയ്യാറായിരുന്നില്ല. ഇതിനെതിരെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശക്തമായ രംഗത്ത് വരികയും വിഷയം ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. നടക്കുന്നത് തട്ടിപ്പാണ്, നിയമത്തെ കൊഞ്ഞനം കാട്ടുകയാണ്. യുവാക്കൾ ജോലി തേടി വിദേശത്തേക്ക് പോകേണ്ടി വരുമ്പോഴാണ് പൊതുപണം ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. പാർട്ടി പ്രവർത്തകർക്കാണ് ജീവിതകാലം മുഴുവൻ പെൻഷൻ ലഭിക്കുന്നത്. സാധാരണക്കാർക്ക് ആജീവനാന്തം ജോലി ചെയ്യാൻ എത്ര കാലം ജോലി ചെയ്യേണ്ടി വരും എന്നാണ് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ചത്.